അതെ, എൻ്റെ ആൽബിചാണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കേട്ടോ. ഞാൻ അങ്ങനെ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്താണെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം. അപ്പം നിന്നെക്കാൾ കൂടുതൽ എനിക്ക് അദ്ദേഹത്തിന് എന്താണെന്നറിയാം. അപ്പം എനിക്ക് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? മനസ്സിലായി. ചിരിക്കാതെ പറയും. മനസ്സിലായോ? മനസ്സിലായി. സീരിയസ് ആയിട്ടാ ചോദിക്കണം. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. ശരിക്കും ആവാട്ടെ ഇത്. മനസ്സിലായോ? മനസ്സിലായി. ശരിക്കും മനസ്സിലായോ? തോളിലിരുന്ന് ചെവി കടിക്കുന്നവർ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അയ്യോ, ഉറപ്പായിട്ട് ഫുള്ള് കുടിക്കാം. അതെന്താ ചേച്ചി അങ്ങനെ പറയാൻ കാരണം? ഒരുപാട് പേര്. ആണോ? പിന്നെ കൂടെ നടന്നിട്ട് പണി തന്ന ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ സ്വഭാവം എന്താ വിശ്വസിക്കുന്ന പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് അടുക്കും, എപ്പോഴും ഇങ്ങനെ ചടിക്കേറി വർത്താനം പറയും. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഒരു അറ്റാച്ച്മെന്റ്. പിന്നെ എന്റെ അടുത്ത് ഈ ഭയങ്കര ജാട കാണിച്ചാൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അതുകൊണ്ട്. പക്ഷെ ഭയങ്കര ഇങ്ങനെ പറയില്ലേ, എനിക്ക് അങ്ങനെ ഇല്ല. പാവം പറയുമ്പോ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നും. അപ്പോ അങ്ങനെ കാണിച്ചിട്ട് കൂടെ നിന്നിട്ട് നമ്മൾ ഭയങ്കര വിശ്വസിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളായാലും അത് നമ്മുടെ ഏറ്റവും നമ്മുടെ മാത്രം എന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അത് അവർ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി പറയുക. അല്ലെങ്കിൽ നമുക്കൊരു അവരുടെ ആവശ്യം, അവരെന്തിനാണോ നമ്മളെ അടുത്ത് വന്നത്, ആ ഒരു ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ നൈസായിട്ട് ഒഴിവാക്കി പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി, അപ്പൊ റീസെന്റ് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് താരം അപ്സര പോലീസിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സംഭവം? അയ്യോ, ശരിക്കും കേട്ടോ. എനിക്ക് എന്നെ വിളിക്കാൻ ആൾക്കാരുമില്ല. എല്ലാരും വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. ശരിക്കും ഇത് നിങ്ങളൊരു ഇതായിട്ട് എന്നെ കൊടുക്കണോട്ടാ, എന്റെയും കൂടെ ആവശ്യമായത്. ശരിക്കും അച്ഛൻ പോലീസ് സർവീസിലായിരുന്നു. സർവീസ് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ഡൈഹാർനസിന്റെ ജോബിന് ഞാനാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പൊ അത് ഗവൺമെന്റ് ഓർഡർ ആയി. അപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു സ്കൂൾ ഇനാഗുറേഷന് പോയപ്പോ പിള്ളേരോട് അവർക്ക് കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണം. നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരിക്കലും ഒരു മടിയോ അല്ലെങ്കിൽ ഒരു വയ്യായികയോ ഒന്നും തോന്നത്തില്ല. ഇപ്പൊ ഈ ഒരു പ്രൊഫഷൻ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് എവിടെയെങ്കിലും എത്തപ്പെടാൻ പറ്റിയത്. ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ അച്ഛൻ സർവീസിലായിരുന്നു. അപ്പൊ ഞാൻ ആ ജോലിക്ക് ചിലപ്പോൾ കയറും, എന്തായാലും കയറേണ്ടി വരും. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ഇതാ പറഞ്ഞു. അപ്പൊ അവിടെ ഓൺലൈനിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, മീഡിയാസ് ഉണ്ടായിരുന്നു. ഇവരിതിനെ ക്യാപ്ഷനാക്കി അപ്സര അഭിനയം നിർത്തുകയാണ്, അപ്സര ഇനി പോലീസ് യൂണിഫോമിലേക്ക്. എന്നിട്ട് ഞാൻ ഫ്ലവേഴ്സിൽ ഒരു IPS ഓഫീസറിന്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സീരിയലിൽ. ആ ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് അപ്സര ഇനി യൂണിഫോമിലേക്ക്. എന്റെ മോളെ, ഇനി അത് ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, ഞാൻ ജോലിക്കൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ഓർഡറായി, എന്നെങ്കിലും ഞാൻ ജോലിക്ക് കയറും. ജോലി ഉറപ്പാണ്, ഗവൺമെന്റ് ഓർഡറായി. പക്ഷെ ഞാൻ പോലീസായിട്ടല്ല കയറുന്നത്, ഞാൻ ക്ലർക്കിലായിട്ടായിരിക്കും കയറുന്നത്. ഗവൺമെന്റ് സർവീസിൽ വരും. പക്ഷെ നിലവിൽ ഒന്നും വന്നിട്ടില്ല. ഇനി ആരും വർക്കിനൊന്നും വിളിക്കാണ്ടിരിക്കുന്നത്, അവൾ അവനെ നിർത്തി പോയി എന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര. സാന്ത്വനം എന്ന സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രമായിട്ടാണ് അപ്സരയെ നമുക്ക് കൂടുതൽ അറിയാവുന്നത്. എന്നാലും നിരവധി സിനിമകളിലും സീരിയലുകളിലും എല്ലാം അപ്സര സജീവമായി തന്നെ വേഷമിട്ടിട്ടുമുണ്ട്. സാന്ത്വനം പരമ്പരയിലെ വില്ലത്തി ജയന്തിയായി പ്രേക്ഷകരുടെ കയ്യടി നേടിയ താരമാണ് അപ്സര. പിന്നാലെ താരം ബിഗ് ബോസിലും എത്തി. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായിരുന്നു അപ്സര. തുടക്കം മുതൽ ശക്തമായ സാന്നിധ്യമായിരുന്നു അപ്സരയുടേത്. ടോപ്പ് 5 എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്ന അപ്സരയുടെ പുറത്താകൽ എന്നാൽ അപ്രതീക്ഷിതം തന്നെയായിരുന്നു. ഇതിനിടെ കുറേ നാളുകളായി അപ്സരയുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. അപ്സരയും ഭർത്താവ് ആൽബിയും പിരിഞ്ഞു എന്നാണ് ചില യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത്തരം വാർത്തകളോട് ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുകയാണ് അപ്സര. ഞാനും എന്റെ ഭർത്താവും ഇതുവരെയും അതേക്കുറിച്ച് വന്ന് സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും അവരുടെ ഏറ്റവും വ്യക്തിപരമായ ഒരു കാര്യത്തിൽ പോയി ഇടപെടാത്ത ആളാണ് ഞാൻ. തിരിച്ച് ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എന്റെ വളരെ പേഴ്സണൽ ആയ ഒരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ അവകാശമില്ല എന്നും അപ്സര പറയുന്നു. അപ്സര അതിനെ കുറിച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വിനായം പറഞ്ഞു. ശ്രദ്ധിച്ചു. പറഞ്ഞോ. അല്ല, വിനായകൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഒന്ന്, വിനായകൻ 10 പേരായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, എനിക്കിഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിക്കും എന്നൊക്കെ പറയുന്നത് അതൊന്ന്. അത് 2. പിന്നെ മൂന്നാമത് പറഞ്ഞത് മലയാളത്തിലെ വലിയൊരു നടൻ്റെ സിനിമ 1.5 കോടി 1.5 മിനിറ്റ് ഓടി 12:30 തുടങ്ങിയ സിനിമയ്ക്ക് 3 കാര്യങ്ങളാണ് പ്രശ്നമുള്ളത്. നമ്മൾ ഈ ഔചിത്യബോധം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതിൽ, ഞങ്ങളുടെ ഒരുമിച്ചുള്ള അഭിപ്രായം എന്നല്ല, എൻ്റെ അഭിപ്രായമാണ്.
അയാളിപ്പോൾ എത്ര പേരുടെ കൂടെ കിടന്നോ എന്ത് ചെയ്തു നമുക്കറിയേണ്ട കാര്യമില്ല. രണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇപ്പം നമുക്ക് അത് തോന്നിയെന്ന് വെച്ച് നമ്മുടെ എല്ലായിടത്തും കയറി ചോദിക്കാൻ പറ്റും നമുക്ക്. അത് അയാളുടെ അറിവുറവ് കൊണ്ട് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതൊരു പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് പബ്ലിക്കേറ്റ് ചെയ്യാത്തത്? നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അത് പബ്ലിക്കേറ്റ് ചെയ്യാത്തത്? നമുക്ക് തോന്നുന്നത് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനും പറഞ്ഞത് ഞാൻ ടോയ്ലറ്റ് ഒന്ന് മാറ്റി, ഞാൻ എന്റെ ക്യാരക്ടർ ഒരു ഉപമിച്ചു, ആൾ ടോയ്ലറ്റ് ഒരു ഉപമിച്ചു. നീ എന്നെ ഉപമിച്ചു, ഞാൻ നിന്നെ ഉപമിച്ചു, എന്നെന്താ തെറ്റ്? അപ്പൊ അല്ല, ഞാൻ പറഞ്ഞത് അതൊന്ന്. പിന്നെ നമ്മള് ഒരു പൊതു സദസ്സിൽ പറയാൻ പാടുള്ളതും പാടില്ലാത്ത കാര്യമുണ്ട്. ഇപ്പം ആളുദ്ദേശിച്ചത് ഒരു നടൻ്റെ സിനിമ, ഒരു മഹാനടൻ്റെ മലയാളത്തിൽ പിന്നീട് പേര് പറയാമെന്നാണ് പറഞ്ഞത്. ആളുദ്ദേശിച്ചത് മിക്കവാറും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ആയിരിക്കും. അല്ല, എനിക്കങ്ങനെ പറയാൻ പ്രത്യേകിച്ച് തോന്നുന്നില്ല. ആയിരിക്കുമല്ലോ, കാരണം മലയാളത്തിൽ 2 മഹാനടന്മാരുള്ളൂ. സ്വാഭാവികമായിട്ടും മോഹൻലാലിൻ്റെ സിനിമയായിരിക്കും ഇപ്പോൾ പൊളിഞ്ഞില്ല. സിനിമ ആളുദ്ദേശിച്ച സിനിമയായിരിക്കും എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചോറിന് എല്ലാവർക്കും അറിയാം. പ്രമുഖ നടി അല്ലെങ്കിൽ പീഡനത്തിനിരയായ നടി എന്ന് പറഞ്ഞാൽ ആരാന്നല്ല ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ ഇരുന്നോട്ടെ, അതങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാൻ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ക്യാമറമാൻ ആയിരുന്നു അതിൻ്റെ നമ്മുടെ ഒരു പ്രിൻസിപ്പാൾ പോലെ ഉണ്ടായിരുന്നു, സിബി മലയിൽ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞ് കേട്ട ഒരു വാക്കുണ്ട്, നമ്മൾ മറ്റൊരു കലാസൃഷ്ടി കാണുമ്പോൾ നമുക്കത് കൈയടിക്കാൻ തോന്നുമ്പോൾ കൈയടിക്കുകയും കൂവാൻ തോന്നുമ്പോൾ കൂവാതിരിക്കുകയും ചെയ്യുക എന്നാണ് ഒരാളുടെ മര്യാദ. കൈയടിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കൈയടിക്കാം. ചില സിനിമ കാണുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കൂവാൻ തോന്നും. പക്ഷെ നമ്മൾ റോഡിലിറങ്ങി നിന്ന് കൂവിയാൽ ഇപ്പം നമുക്ക് കൈയടിക്കണം. ഇപ്പോൾ റോഡിൽ ഒരു ഗാനമേള നടക്കണം, നമ്മൾ നടക്കേണ്ട കൈയടിക്കാം. അത് നമുക്ക് അന്തസ്സുണ്ട്. ചിലപ്പോൾ അത് കൊള്ളൂല, അയാൾ പാടണത് ഞാൻ പാടണ പോലെ പാടണം, കൊള്ളൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കൂവരുത്. കൂവുമ്പോൾ നമ്മുടെ ഇതാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ നോക്കുക. അതാണ് നല്ലൊരു കലാസ്വാദകൻ്റെ രീതി. ചില കാര്യങ്ങൾ നമ്മളങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ആരാണെന്ന് നമുക്കറിയണം. ഏകദേശം 10 വർഷത്തോളം ലോകത്തുള്ള എല്ലാ ആൾക്കാരെ കുറിച്ച് ഗോസിപ്പ് വാർത്തകൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിലും നമ്മളവിടെ പറയുമ്പോൾ നമ്മൾ പുലർത്തേണ്ട മിനിമം ചില കാര്യങ്ങളുണ്ട്, അത് പുലർത്തണം. പിന്നെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അയാൾ ചോദിച്ച പോലെ ചോദിക്കാൻ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച. അല്ല, ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. അത് ചോദിക്കാം. വിനായകൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം, അയാളുടെ ലൈഫിൽ നടന്ന കാര്യമായിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് അത് നമുക്കറിയില്ല, ആള് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറഞ്ഞ വെച്ചാൽ അയാൾ ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിരുന്ന് പറയേണ്ട ഒരു വേദിയാണ്. ഇത്രയും ആൾക്കാർ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ സെക്കൻഡ് മതി, ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു മീഡിയയിൽ അതും ആളെക്കാളും കൂടെ ഡയറക്ടർ ആയിരുന്നു അല്ലേ, ഡയറക്ടർ നവ്യ നായരൊക്കെ ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അയാളെക്കാളും എത്രയോ മേളിലെന്നാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അയാളെ പോലെ വർക്ക് ചെയ്യുന്ന ആ ഒരു നിലയിലുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ അയാളുടെ പേഴ്സണൽ കാര്യമാണ്. അയാൾ 10 സ്ത്രീകളോ 100 സ്ത്രീകളോ ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ അന്തൊക്കെ നമ്മുടെ അങ്ങനെ ഒരു വേദിയിലല്ല പറയേണ്ടത്. അല്ല, അത് നമ്മൾ അധികം പറയാം. അതായത് ഒന്ന് നമ്മളെന്താ പറയാ, നമ്മൾ ഈ സുഹൃത്തുക്കൾ ഇരിക്കുമ്പോൾ പറയുന്ന തമാശ ഒരിക്കലും നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. ഞങ്ങൾ 5 ആൺപിള്ളേർ ഇരിക്കുമ്പോൾ പറയുന്ന ഒരു തമാശ അവിടെ നമുക്ക് എന്ത് തമാശയും പറയാം, ഭയങ്കര ചിരി കിട്ടും. പക്ഷെ അതേ തമാശ നമ്മൾ അമ്മയും പെങ്ങളും ഇരിക്കുമ്പോൾ പറയാം. ഞാനും എൻ്റെ ഭർത്താവും വന്ന് സംസാരിക്കാതിരിക്കുമ്പോഴും പല മീഡിയകളും വീഡിയോകൾ ഇടുന്നതും 2 പേർ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല. ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ മറ്റുള്ളവർ കയറി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തുവെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു എന്നുമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നത് എന്നും താരം പറയുന്നു. എൻ്റെ പോസ്റ്റിന് താഴെ കമന്റ് ഇടും. അതിനോട് ഞാൻ പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കമന്റുകളൊന്നും അധികം നോക്കാറില്ല, അപൂർവമായിട്ടാണ് മറുപടികൾ നൽകാറുള്ളത്. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യണമെന്ന സോഷ്യൽ മീഡിയ എന്തിനാണ് വാശി പിടിക്കുന്നത്? അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പേഴ്സണൽ കാര്യമാണ്. ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ എന്നും അപ്സര കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നാലെ താനും ആൽബിയും പിരിയാൻ കാരണം ജിൻഡോയുമായുള്ള അടുപ്പമാണെന്ന വാർത്തകളോടും അപ്സര പ്രതികരിക്കുന്നുണ്ട്. താൻ അറിഞ്ഞിട്ടില്ല. ബിഗ് ബോസിൽ വെച്ച് ഞാനും ജിൻഡോ ചേട്ടനും ഒരുമിച്ച് പെർഫോം ചെയ്തിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല. അവിടെ നല്ല സുഹൃത്തുക്കളായ പല ആൾക്കാരും പുറത്തു വന്ന ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലാതായിട്ടുണ്ട്. അതിൽ ഒരാൾ ജിൻഡോ ചേട്ടനാണ് എന്നാണ് അപ്സര പറയുന്നത്. ഈ വാർത്ത താൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. താൻ ഇവനെ വിളിക്കുന്നുണ്ട്. എനിക്കും അറിയണം വിശദാംശങ്ങൾ. ഇവന് മാമാപ്പണിയായിരിക്കണം, അല്ലാതെ ഇമാതിരി വൃത്തികേട് പറയത്തില്ലല്ലോ എന്നാണ് അപ്സര ചോദിക്കുന്നത്. നമ്മൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എന്ന് കരുതി ഒരാളെ വിറ്റ് ജീവിക്കരുത്. ഒരാളുടെ വികാരം, അവസ്ഥ ഇതൊന്നും വിറ്റ് ജീവിക്കരുത്. ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അതൊന്നും ശാശ്വതമല്ല എന്നും താരം അഭിപ്രായപ്പെടുന്നു.